സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. അമേരിക്കയുടെ എയർ റെയ്ഡ്സ് യമൻ്റെ മേലെ ഹൂതി ടാർഗറ്റിന് നേരെ രണ്ടാമതും സംഭവിച്ചിട്ടുണ്ട്. ശനിയാഴ്ചയാണ് ആദ്യത്തെ എയർ റെയ്ഡ് നടന്നത്. ഞായറാഴ്ച വീണ്ടും അവർ റിപ്പീറ്റഡ് ആയിട്ട് എയർ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹൂതികളുടെ കണക്ക് പ്രകാരം മരണസംഖ്യ 52. അമേരിക്ക പറയുന്നത് ഹൂതികളുടെ പൊളിറ്റിക്കൽ ഹെഡ് ക്വാർട്ടേഴ്സ് സനായിലുള്ളത്, യമൻ്റെ തലസ്ഥാനമായ സന ഇപ്പോൾ ഹൂതികളുടെ പിടിയിലാണ്. ആ തലസ്ഥാനത്തുള്ള ഹൂതികളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പൂർണ്ണമായും നശിപ്പിച്ചു എന്നും ഹൂതികളുടെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട പല ആളുകളും കൊല്ലപ്പെട്ടു എന്നുമാണ്. ഈ മരണങ്ങൾ കൃത്യമായി വെരിഫൈ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് അവരെ പേരുകൾ റിലീസ് ചെയ്തിട്ടില്ല. കൃത്യമായി ആളുകളെ അവർ വിചാരിച്ച ആളുകൾ അവർക്ക് ഇത് ന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺവെർസേഷനിൽ നിന്നാണ്, ഈ ഹൂതികൾ തമ്മിലുള്ള കോൺവെർസേഷൻ ടാപ്പ് ചെയ്യുന്നതിൽ നിന്നാണ് ഇന്ന ആളുകളാണ് മരിച്ചത് എന്ന് അവർ കേൾക്കുന്നത്. അപ്പോൾ അത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമേ പേരുകൾ റിലീസ് ചെയ്യുള്ളൂ. എന്നാലും ഹൂതികളുടെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ടതായി അമേരിക്ക പറയുന്നുണ്ട്. റോയിറ്റേഴ്സിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അമേരിക്കൻ മിലിറ്ററി സ്പോക്സ്മാൻ പറഞ്ഞത് ഈ അറ്റാക്കുകൾ ഈ വരും ദിവസങ്ങളിൽ തുടരും എന്നാണ്. ഹൂതികൾ നടത്തിയ വാർ ക്രൈം, അവരുടെ യുദ്ധപ്രഖ്യാപനം ഇസ്രായേലിനോടും അതുപോലെ റെഡ് സീയിലൂടെ കടന്നു പോകുന്ന കപ്പലുകളോടും അവർ നടത്തിയ യുദ്ധപ്രഖ്യാപനം പിൻവലിക്കുന്നതുവരെ യമനിൽ ഹൂതികളുടെ ടാർഗറ്റുകൾക്ക് നേരെ അമേരിക്ക ബോംബിംഗ് നടത്തുമെന്നാണ് റോയിറ്റേഴ്സിന് കൊടുത്ത അഭിമുഖത്തിൽ അമേരിക്കൻ മിലിറ്ററി സ്പോക്സ്മാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എസ്കലേറ്റ് ചെയ്യാനാണ് സാധ്യത. കാരണം ഹൂതികൾ ഇപ്പോൾ തന്നെ പറയുന്നത് അവർ ഒരു തരത്തിലും കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉടനെ തന്നെ അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യും എന്നാണ് അവരുടെ മറുപടി വന്നത്. കൂടാതെ അമേരിക്കയുടെ റെഡ് സീയിൽ കിടക്കുന്ന USS ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് കാരിയറിന് നേരെ 18 മിസൈലുകൾ അയച്ചതായി അവർ അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കയിൽ ഇതിൽ നിന്ന് റെസ്പോൺസുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അവർ 18 മിസൈലുകളും ഡ്രോണുകളും അയച്ചിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പം അവർ അയച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പ്രദേശത്തൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇവരുടെ ആൻറ്റി മിസൈൽ സിസ്റ്റങ്ങൾ തകർത്ത് കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ അർത്ഥം ഹൂതികളെ മുട്ടുമടക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ്. അപ്പോൾ അവർ എതിർക്കാനാണ് തയ്യാറ്. സ്വാഭാവികമായിട്ടും ഈ ഹൂതികളുമായിട്ടുള്ള ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യാനാണ് സാധ്യത, വളരാനാണ് സാധ്യത. അപ്പം ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്ന ഒരു ഷിപ്പിനെ അവർ 18 മിസൈലുകൾ അയച്ചു എന്നതുകൊണ്ട് ആ ഷിപ്പിനൊന്നും സംഭവിക്കുകയൊന്നുമില്ല. കാരണം അതിൻ്റെ മിസൈൽ ഡിഫൻസ് സിസ്റ്റമൊക്കെ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള സിസ്റ്റങ്ങളാണ്. അപ്പോൾ ഇവിടെ US ചെയ്യുന്നത് കാർപ്പറ്റ് ബോംബിംഗ് എന്ന് പറയുന്ന ടൈപ്പ് ബോംബിംഗ് ആണ്. കാർപ്പറ്റ് ബോംബിംഗ് സാധാരണ ഒരു സിസ്റ്റം അല്ല, ടാർഗറ്റഡ് ബോംബിംഗ് ആണ് സാധാരണ. ഗാസയിലൊക്കെ ഇസ്രായേൽ ചെയ്യുന്ന ടാർഗറ്റഡ് ബോംബിംഗ് ആണ്. ഒരു പ്രത്യേക പോയിന്റ്, ഒരു ബിൽഡിങ്, ആ ബിൽഡിങ് ഫോക്കസ് ചെയ്തുകൊണ്ട് ബോംബ് ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിംഗ് മാത്രമേ തകരുള്ളൂ. ഇപ്പോൾ കാർപ്പറ്റ് ബോംബിംഗ് എന്ന് പറയുന്നത് ഒരു 5-6 വിമാനങ്ങൾ ചേർന്ന് ഒരു ഏരിയയിൽ വളരെ ഹെവി ആയിട്ടുള്ള ബോംബുകൾ ഇടുന്ന ഒരു പ്രോസസ്സിൻ്റെ പേരാണ് കാർപ്പറ്റ് ബോംബിംഗ്. ഒരു ഏരിയ മൊത്തം അങ്ങോട്ട് തകർന്നു പോകും. അപ്പോൾ ഇവർ ഈ ഹൂത്തികളുടെ കോൺസെൻട്രേഷൻ സെൻറ്റേഴ്സ്, ഹൂത്തികളുടെ മിലിറ്ററി ബേസുകൾ, അപ്പോൾ ആ പ്രദേശത്ത് കൂടുതലും ധാരാളം അവരുടെ മിസൈൽ ലോഞ്ചിങ് സിസ്റ്റങ്ങൾ ഉണ്ടാവും, മിസൈൽ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും, എയർപോർട്ട് ഉണ്ടാവും. ഈ സംവിധാനങ്ങളെല്ലാം തകർക്കത്തക്ക രീതിയിൽ, ഒരു ഏരിയ തന്നെ തകർക്കത്തക്ക രീതിയിലുള്ള കാർപ്പറ്റ് ബോംബിംഗ് ആണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ ബൊമ്പാർഡ്മെൻ്റ് ആയിട്ട് മാറുകയും ഭൂമികുലുക്കം പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൽ തന്നെ ലക്ഷ്യം പരിമിതമായൊരു ലക്ഷ്യമല്ല US-നുള്ളത് എന്നത് വ്യക്തമാണ്. അതൊരു ഓൾ സ്കെയിൽ വാറിലേക്ക് തന്നെ നീങ്ങും, ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് നീങ്ങും. ഹൂതികളെ ഇവിടെ നിന്ന് തീർത്ത് ഒഴിവാക്കേണ്ടി വരും എന്ന നിലയിലുള്ള ഒരു യുദ്ധമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് വേണം വിചാരിക്കാൻ. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട്, നേരത്തേക്ക് ഇവർ ചെയ്തിരുന്നത് ഈ ഹൂതികൾ അമേരിക്കൻ ഷിപ്പുകളുടെ നേരെ ഒരു മിസൈൽ അയക്കും, അപ്പോൾ തന്നെ അമേരിക്കയുടെ കുറേ പ്ലെയിനുകൾ വന്നിട്ട് ഇവിടെ ഒരു ബോംബ് ചെയ്ത് തിരിച്ചങ്ങ് പോകും. അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അങ്ങനെ ഒരു സംവിധാനമല്ല. ഇത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കണം. കാരണം ഇത് ഹൂതികൾക്ക് നേരെ മാത്രമല്ല, ഇത് ഇറാന് നേരെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാന് നെഗോസിയേഷൻ ടേബിളിലേക്ക് വരാതെ ഈ പ്രശ്നത്തിന് മയമുണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല. അതിനിടയിലൂടെ ഇസ്രായേൽ ഗാസയിൽ എയർ റെയ്ഡുകൾ നടത്തുകയും ബോംബിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അവർ ഇസ്രായേലിൻ്റെ ഒക്ടോബർ 7, 2023 ഇസ്രായേലിൽ കിടന്ന 6 ടെററിസ്റ്റുകളെ ബോംബിംഗ് വഴി വധിച്ചതായിട്ട് കൃത്യമായിട്ട് ക്ലെയിം ചെയ്ത് അവരുടെ ഫോട്ടോയും പേരും ഒക്കെ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. 6 ടെററിസ്റ്റുകളെ അവർ ഈ ദിവസം കൊന്നിട്ടുണ്ട്. കൂടാതെ ഇവിടെ മൈൻ കുഴിച്ചിടുന്നതിനിടയിലൂടെ ബോംബ് ചെയ്യുന്നതിൻ്റെ പടങ്ങളും, ഇവർ ടെററിസ്റ്റുകൾ ഇവിടെ മൈൻ കുഴിച്ചിടാൻ ശ്രമിക്കുന്നു, അതിനിടയിലൂടെ ബോംബ് ചെയ്യുന്നതിൻ്റെ പടങ്ങളും വരുന്നുണ്ട്.
അപ്പം 6 പേര് മരിച്ചു, 8 പേര് മരിച്ചു, 10 പേര് മരിച്ചു എന്നൊക്കെ ഗാസയിൽ നിന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. അവരുടെ എല്ലാം പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും മരിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇതിൽ ഈ പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും ഒന്നല്ല മരിക്കുന്നത്, ഇവിടെ കയറി വന്നിട്ടുള്ള ഇത്തരം ഇസ്രായേലിലെ കയറി വന്നിട്ടുള്ള ഭീകരന്മാരൊക്കെ തന്നെയാണ് കൊല്ലപ്പെടുന്നത്. അവരുടെ ഫോട്ടോ അടക്കം പേരും ഫോട്ടോയും എല്ലാം ആയിട്ട് ഇസ്രായേൽ അവരുടെ എല്ലാ ഡീറ്റെയിൽസും വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ദെൻ ഈ ഹൂത്തി റിട്ടാലിയേഷൻ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഫുള്ളി പ്രിപ്പയർഡ് ആണ്. ഏത് നിമിഷവും ഹൂത്തികൾ ആക്രമിച്ചേക്കാം എന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ തന്നെയാണ് ഇസ്രായേലുള്ളത്. അപ്പോൾ അത് കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത വന്നിട്ടുള്ളത് ഹൂത്തികളുടെ ഏരിയയിൽ നിന്ന് ഹൈഡ്രജൻ സിലിണ്ടേഴ്സ് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഹൂതികൾ ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ ഉണ്ടാക്കാനുള്ള ടെക്നോളജി അവരുടെ കയ്യിലുണ്ട്. അതിനുള്ള പാർട്സ് അവർ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കാൻ. അപ്പോൾ ചൈനയിൽ നിന്ന് അവർ ഹൈഡ്രജൻ ബേസ്ഡ് ആയിട്ട് ഡ്രോണുകൾ ഉണ്ടാക്കുവാനുള്ള പാർട്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ ഹൈഡ്രജൻ ബേസ്ഡ് ആയിട്ട് ഡ്രോണുകളുടെ പ്രത്യേകത, ഇവരിപ്പോൾ ഓൾറെഡി ഉപയോഗിക്കുന്നത് ഗ്യാസ് ഫ്യൂവൽ ഉപയോഗിക്കുന്ന ഡ്രോണുകളും ലിഥിയം ബാറ്ററി ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ്. ഈ ഡ്രോണുകളുടെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 750 കിലോമീറ്ററാണ്. അപ്പോൾ അതിന് വഹിക്കാൻ പറ്റുന്ന ലോഡിനും ഒരു ലിമിറ്റഡ് ലോഡേ അതിന് വഹിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഈ ഹൈഡ്രജൻ ഫ്യൂവൽഡ് ആയിട്ടുള്ള ഡ്രോണുകൾ അത് കൂടുതൽ ഉയരത്തിൽ പറക്കുന്നതാണ്. കൂടാതെ 750 × 3 ടൈംസ് ഡിസ്റ്റൻസ് കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇസ്രായേലിൻ്റെ റീജിയനിലൊക്കെ എത്താം. മാത്രമല്ല റെഡ് സീയിൽ ഏത് ഭാഗത്തേക്ക് അതിന് എത്താൻ പറ്റും. 3, അത് ഉയരത്തിൽ പറക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റഡാറുകൾക്ക് ഡിറ്റക്ട് ചെയ്യാവുന്ന റേഞ്ചിൽ നിന്ന് വിട്ടോ താഴ്ന്നോ ഒക്കെ അതിനെ പറത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു റിസ്ക് കൂടി ഫേസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇസ്രായേലും US ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതിയ ടൈപ്പ് ഡ്രോണുകൾ അവരുടെ പക്കലെത്തിയിട്ടുണ്ടെന്നും അത് താമസിയാതെ അവർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നും വേണം വിചാരിക്കാൻ. അതിന് വഹിക്കാൻ പറ്റുന്ന ലോഡ് സാധാരണ ഡ്രോണുകളുടെ 3-4 ഇരട്ടി വരെ വെയിറ്റ് അതിന് വഹിക്കാൻ സാധിക്കും. അപ്പോൾ ഹെവിയർ ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബോംബുകൾ ഇസ്രായേലിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റെഡ് സീയിലെ ഷിപ്പുകളുടെ മുകളിൽ എത്തിക്കാൻ അതിന് സാധിക്കും. കൂടുതലായിട്ടുള്ള റഡാർ സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും ഇസ്രായേലും US-ന്റെ വാർഷിപ്പുകളും നടത്തുന്നുണ്ട്. ഇവർ ആക്രമിച്ചു എന്ന് പറയുന്ന ഹാരി ട്രൂമാൻ, USS ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്ന US-ന്റെ ഷിപ്പ്, അത് 100 എയർക്രാഫ്റ്റുകൾ ക്യാരി ചെയ്യുന്ന ഷിപ്പാണ്. F-35 മുതൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള 100 എയർക്രാഫ്റ്റുകൾ അത് ക്യാരി ചെയ്യുന്നുണ്ട്. 6250 ക്രൂ ഉള്ളതാണ്. അത് ന്യൂക്ലിയർ പവേർഡ്, ആറ്റമിക് എനർജി പവേർഡ് ആയിട്ടുള്ള ഷിപ്പാണ്. അപ്പോൾ അതുകൂടാതെ അതിൻ്റെ കൂടെ അക്കമ്പനിങ് വാർഷിപ്പുകളുണ്ട്. അത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങളും റഡാർ സിസ്റ്റങ്ങളും അപ്രോച്ച് ചെയ്യുന്ന മിസൈലുകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള സിസ്റ്റങ്ങളും ഒക്കെ ഉള്ള ഷിപ്പാണ്. അപ്പോൾ ഹൂത്തികൾ ഇവിടെ 18 മിസൈൽ അതിന് നേരെ അയച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രദേശത്തിന് മുന്നേ മിസൈലുകളൊക്കെ അവർ ഡിഫ്യൂസ് ചെയ്ത് കളയും. അപ്പം അതാണ് അവിടുത്തെ സിസ്റ്റം. കൂടാതെ അമേരിക്കയുടെ 3 എയർക്രാഫ്റ്റ് കാരിയറുകൾ ഇപ്പോൾ റെഡ് സീയിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഇറാൻ എന്തായാലും തിങ്കളാഴ്ച രാവിലെ തന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ചീഫായിട്ട് റാഫേൽ ഗ്രോസിനെ ഇറാൻ്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ കാസിം ഗരീബാബാദി പോയി കണ്ടിട്ടുണ്ട്. അപ്പം ഹൂത്തിയുടെ തലയിൽ ബോംബ് വീണതിൻ്റെ ഇമ്പാക്റ്റ് ഇറാനിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ കാസിം ഗരീബാബാദിയാണ് റാഫേൽ ഗ്രോസിനെ പോയി കണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ന്യൂക്ലിയർ പവറിനെ കുറിച്ച് അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് ഈ ഹൂത്തികളുടെ തലയിൽ ബോംബ് വീണതിൻ്റെ ഒന്നാമത്തെ ഇമ്പാക്റ്റ് എന്ന് വേണം വിചാരിക്കാൻ. അതിനിടയിലൂടെ ട്രംപും പുടിനും തമ്മിൽ ചൊവ്വാഴ്ച ടെലിഫോണിൽ സംസാരിക്കുന്നുണ്ട്. ആ ടെലിഫോൺ സംസാരം ഫ്രൂട്ട്ഫുൾ ആവുകയാണെങ്കിൽ ഈ ആഴ്ച തന്നെ ട്രംപും പുടിനും തമ്മിൽ കാണുകയും ഒരു 30 ദിവസത്തെ ഒരു സീസ് ഫയർ എന്നുള്ള ഒരു എഗ്രിമെന്റിൽ എത്താൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് അമേരിക്കൻ ഭാഗത്തു നിന്നുള്ള ആൻറ്റിസിപ്പേഷനായിട്ട് വരുന്നത്. റഷ്യൻ ഭാഗത്തു നിന്ന് റെസ്പോൺസുകളൊന്നും ന്യൂസ് ഏജൻസികൾക്ക് ലഭിച്ചിട്ടില്ല. അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ വരും ദിവസങ്ങളിൽ ഹൂതികളുടെ നേരെയുള്ള അറ്റാക്ക് വർദ്ധിക്കാനും ഇനി ഇറാൻ നെഗോസിയേഷൻ ടേബിളിലേക്ക് എത്തിയാൽ പോലും ഹൂതികളെ യമനിൽ നിന്ന് ഒഴിവാക്കി യമനിലെ ഒഫീഷ്യൽ ഗവൺമെൻറ്റിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് എന്ന് വേണം വിചാരിക്കാൻ. അതിനിടയിലൂടെ ഇസ്രായേൽ ഇന്നലെ ലെബനോണിൽ ഹിസ്ബുള്ള ഭീകരന്മാരെ 5 പേരെ അവർ ലെബനോണിൽ ബോംബ് ചെയ്ത് വധിച്ചിട്ടുണ്ട്. അപ്പോൾ ലെബനോണിൻ്റെ ഏരിയയിലും സിറിയയിലും ഇസ്രായേലിൻ്റെ സുപ്രീമസി അവർ 1 ഇഞ്ച് പോലും വിടാതെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ലെബനോണിലും ഒരു അശേഷം താഴ്ന്നു കൊടുക്കുന്നില്ല, സിറിയയിലും ഇല്ല. അപ്പോൾ സിറിയൻ ഗവൺമെൻറ്റും ലെബനോൺ ഗവൺമെൻറ്റും ഇസ്രായേലിൻ്റെ കാൽച്ചവട്ടിൽ നിൽക്കത്തക്ക രീതിയിലാണ് അവരവിടെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെയാണ് ഈ ഗാസയിലെ ഓപ്പറേഷൻസ് നടത്തുന്നത്. ഇനി യമനിൽ നിന്ന് ഹൂതികൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും അത് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള കമ്പൈൻഡ് ഓപ്പറേഷനായിട്ട് വലിയ തോതിൽ അവിടെ വരികയും ചെയ്യും.